ശരി, മതിയാക്കായിരുന്നു. ആ ആ ആ അതിലൊന്നും യാതൊരു അർത്ഥമില്ല കാര്യമില്ലാതൊന്നും. ഇവിടെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യന്മാരുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനം ഗവൺമെൻറ് സംവിധാനം തന്നെയാണ്. എത്ര ലക്ഷക്കണക്കിന് മനുഷ്യരാണ്, പാവങ്ങളായിട്ടുള്ള ആളുകൾ ഗവൺമെൻറ് ആശുപത്രികളെ, അതും കേരളത്തിൽ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ ലോകോത്തരമായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്നും ശരിയായ നിലപാടല്ല. അതുകൊണ്ട് ഗവൺമെൻറ് ആശുപത്രികൾ മെച്ചപ്പെട്ട നിലയിലാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ പത്രം 1.5 പേജ് 2 പേജാണ് അതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. വലതുപക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുകയും വലതുപക്ഷ ആശയം രൂപപ്പെടുത്തുകയും ചെയ്യുന്നതിന് വേണ്ടി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണെന്ന് മാത്രമേ അതിനെ കാണേണ്ടിയുള്ളൂ. അതിൻ്റെ അപ്പുറത്തൊന്നും അതിന് വലിയ രീതിയിലുള്ള സ്വീകാര്യത കിട്ടുമെന്ന് നിങ്ങൾ ധരിക്കുകയും വേണ്ട. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിനെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും അപഹസിക്കത്തക്ക രീതിയിൽ വാർത്തകൾ ഉണ്ടാക്കേണ്ടതെന്നും വാർത്തകൾ കൊടുക്കേണ്ടതെന്നും തീരുമാനിച്ച് നടക്കുന്ന ആളുകളോട് വേറൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ രീതി നിങ്ങൾ അവസാനിപ്പിക്കുന്നത് ഞങ്ങൾക്ക് നല്ലത്. 1.5 പേജ് 2 പേജ് ഈ കേരളത്തിലെ മുഴുവൻ ആശുപത്രിയെ സംബന്ധിച്ച് എവിടെയെങ്കിലും അവിടെ ഒരു കോറലുണ്ട്, ഇവിടെ ഈ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ ദിവസമായി നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴും തുടരുകയാണ്. ഇനിയും ഇലക്ഷൻ വരെ തുടരും. ഞങ്ങൾക്കത് നന്നായിട്ട് അറിയാം. ഞാൻ നിങ്ങളോട് തന്നെ പറഞ്ഞു, ഈ 2026 മെയ് വരെയുള്ള കാലം ഒരു വല്ലാതെ കാലമാണ്. നിങ്ങൾ എന്തൊക്കെയാണ് പറയാന്നുള്ളത് നിങ്ങൾക്കും അറിയില്ല, നമുക്ക് ആർക്കും അറിയില്ല. അതാണ് നമ്മുടെ മുമ്പിലുള്ള സ്ഥിതി. ഇതാണ് കേരളത്തിൻ്റെ ഒരു പത്രമാധ്യമങ്ങളുടെ ഒരു അവസ്ഥ. നിങ്ങളെങ്ങനെയാ പറഞ്ഞു? പറയാനാ പറഞ്ഞു? അത് ഞാൻ പറഞ്ഞല്ലോ, അതിനോടൊന്നും ഞങ്ങൾക്ക് യോജിപ്പില്ലാന്ന്. പിന്നെന്താ സംശയം? ഇനി അത് കിട്ടാനില്ല. ആ ഹെറ്റിങ് അത് തന്നെ എടുത്തോ. മന്ത്രി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അത് ഈ കേരളത്തിലെ ഏത് വിഭാഗവുമായിട്ട് സംവേദിക്കാൻ ഞങ്ങൾക്കെല്ലാം അവകാശമുണ്ട്. നിങ്ങൾക്കെല്ലാം ഉള്ള അവകാശം പോലെ ഞങ്ങൾക്കെല്ലാം അവകാശമുണ്ട്. അത്രയും ആയിക്കോട്ടെ കേട്ടോ. തെറ്റാണ്. തീർന്നില്ലേ? ഇല്ല, ഒരു സംഘടനയും ഇല്ല. ഉപവാസ സമയം ഒരു സമയമില്ല. അത് നിങ്ങളുടെ അഭിപ്രായം.